ശിരസതിൽ ധരിച്ച് 7 പൊന്നില വിളക്കുകൾ അതിൻ നടുവിൽ എഴുന്നള്ളി വന്നോനെ. 7 നക്ഷത്രം വലം കയ്യിൽ പിടിച്ച് ഏറെ രാജാമുടി ശിരസതിൽ ധരിച്ച് 7 പൊന്നില വിളക്കുകൾ അതിൻ നടുവിൽ എഴുന്നള്ളി വന്നോനെ. ദാവീദു ഗോത്രത്തിൻ സിംഹമായോനെ, ദാവീദിൻ താക്കോൽ കയ്യിലുള്ളവനെ, ദാവീദു ഗോത്രത്തിൻ സിംഹമായോനെ, ദാവീദിൻ താക്കോൽ കയ്യിലുള്ളവനെ. നീ തുറന്നാലത് അടയ്ക്കുവതാര്, നീ അടച്ചാലത് തുറക്കുവതാര്. നീ തുറന്നാലത് അടയ്ക്കുവതാര്, നീ അടച്ചാലത് തുറക്കുവതാര്. 7 നക്ഷത്രം വലം കയ്യിൽ പിടിച്ച് ഏറെ രാജാമുടി ശിരസതിൽ ധരിച്ച് 7 പൊന്നില വിളക്കുകൾ അതിൻ നടുവിൽ എഴുന്നള്ളി വന്നു. അങ്ങിവിടെ നിന്ന് പകൽ എഴുന്നള്ളി വരുന്നതിനായി ഇന്ന് പകൽ അങ്ങ് ഞങ്ങളുടെ മധ്യത്തിൽ ഇറങ്ങി വന്നതിനായി നന്ദി. ഞങ്ങൾ അങ്ങയുടെ വലുതും ഭയങ്കരമായ നാമത്തെ ഉയർത്തുന്നു. ദൂതസഞ്ചയത്തിൻ ആരാധൻ ക്രിസ്തു, പുസ്തകം തുറപ്പാൻ യോഗ്യനായോനെ. ദൂതസഞ്ചയത്തിൻ ആരാധൻ ക്രിസ്തു, പുസ്തകം തുറപ്പാൻ യോഗ്യനായോനെ. മടങ്ങിടുവേ സർവമുഴങ്കാലുകളും എല്ലാ നാവും പാടിടും നിന്നെ. മടങ്ങിടുവേ സർവമുഴങ്കാലുകളും എല്ലാ നാവും. അത്യുന്നതനായവനെ ചേർന്ന 7 നക്ഷത്രം വലം കയ്യിൽ പിടിച്ച് ഏറെ രാജാമുടി ശിരസതിൽ ധരിച്ച് 7 പൊന്നില വിളക്കുകൾ അതിൻ നടുവിൽ എഴുന്നള്ളി വന്നോനെ. അവൻ 7 നക്ഷത്രം വലം കയ്യിൽ പിടിച്ച് ഏറെ രാജാമുടി ശിരസതിൽ ധരിച്ച് 7 പൊന്നില വിളക്കുകൾ അതിൻ നടുവിൽ എഴുന്നള്ളി വന്നോനെ. മുൾമുടി ചൂടിയ ശിരസതിലമ്മ പൊന്മുടി ചൂടി നാൻ എഴുന്നള്ളി വരുവേ. മുൾമുടി ചൂടിയ ശിരസതിലമ്മ പൊന്മുടി ചൂടി നാൻ എഴുന്നള്ളി വരുവേ. വാഴ്ചകൾക്കും അധികാരങ്ങൾക്കുമെന്ന് മാറ്റം ഭവിച്ചിടും താവന്റെ വരവിൽ. വാഴ്ചകൾക്കും അധികാരങ്ങൾക്കുമെന്ന് മാറ്റം ഭവിച്ചിടും താവന്റെ വരവിൽ. 7 നക്ഷത്രം വലം കയ്യിൽ പിടിച്ച് ഏറെ രാജാമുടി ശിരസതിൽ ധരിച്ച് എഴുന്നള്ളി വന്നോനെ. 7 നക്ഷത്രം വലം കയ്യിൽ പിടിച്ച് ഏറെ രാജാമുടി ശിരസതിൽ ധരിച്ച് 7 പൊന്നില വിളക്കുകൾ അതിൻ നടുവിൽ എഴുന്നള്ളി വന്നു. ദൂതസഞ്ചയത്തിൻ ആരാധൻ ക്രിസ്തു, പുസ്തകം തുറപ്പാൻ യോഗ്യനായോനെ. ദൂതസഞ്ചയത്തിൻ ആരാധൻ ക്രിസ്തു, പുസ്തകം തുറപ്പാൻ യോഗ്യനായോനെ. മടങ്ങിടുന്നേ സർവമുഴങ്കാലുകളും എല്ലാ നാവും അങ്ങ് ദൈവമെന്ന് പറയുന്നതിന് എല്ലാ ആദരവും അങ്ങ് ഞങ്ങളുടെ ദൈവമെന്ന് പറയട്ടെ. 7 നക്ഷത്രം വലം കയ്യിൽ പിടിച്ച് ഏറെ രാജാമുടി ശിരസതിൽ ധരിച്ച് 7 പൊന്നില വിളക്കുകൾ അതിൻ നടുവിൽ എഴുന്നള്ളി വന്നോനെ. അവൻ 7 നക്ഷത്രം വലം കയ്യിൽ പിടിച്ച് ഇന്ന് പകരം വെളിപ്പാടിൽ അങ്ങേ ആരാധിക്കാം. അങ്ങയുടെ മഹത്വം എന്താണെന്ന് അറിഞ്ഞങ്ങേ സ്തുതിക്കാം. ഞങ്ങളെ സഹായിക്കണേ അപ്പാ. ഹല്ലേലൂയ. ദാവീദു ഗോത്രത്തിൻ സിംഹമായോനെ, ദാവീദിൻ താക്കോൽ അധികാരമുള്ള യേശുവിന്റെ നാമം ഇന്ന് പകരം ഞങ്ങൾ ഉയർത്തുന്നു. ദാവീദിൻ താക്കോൽ തുറന്നാലത് അടയ്ക്കുവതാര്, നീ അടച്ചാൽ
ശിരസതിൽ ധരിച്ച എഴുപൊന്നില വിളക്കുകളതിൻ നടുവിൽ എഴുന്നള്ളി വന്നോരേ. എഴുപൊന്നില വിളക്കുകളതിൻ നടുവിൽ എഴുന്നള്ളി വന്നോരേ. ഓ, ഈ ആരാധന എന്റെ വിടുതലാണ്, ഈ ആരാധന എന്റെ ആനന്ദമാണ്, ഈ ആരാധന എന്റെ സൗഖ്യമാണ്, ഈ ആരാധന എന്റെ സന്തോഷമാണ്, ഈ ആരാധന എന്റെ വിടുതലാണ്, ഈ ആരാധന എന്റെ ആനന്ദമാണ്, ഈ ആരാധന എന്റെ സൗഖ്യമാണ്, ഈ വിശ്വസിക്കുന്നവർക്ക് മകളത് ചേർന്നുമാണ്. ഈ ആരാധന എന്റെ വിടുതലാണ്, ഈ ആരാധന എന്റെ ആനന്ദമാണ്, ഈ ആരാധന എന്റെ സൗഖ്യമാണ്, ഈ ആരാധന. മഴയാണെങ്കിൽ അത് മാറിപ്പോകും, മരുഭൂമിയാണെങ്കിൽ മഞ്ഞ പൊഴിക്കും, മതിലായാൽ എരിഹോവായാലും മാറിടും ഞങ്ങൾ ആർക്കുമ്പോ. മലയാണെങ്കിൽ അത് മാറിപ്പോകും, മരുഭൂമിയാണെങ്കിൽ മഞ്ഞ പൊഴിക്കും, മതിലാണെങ്കിൽ എരിഹോവായാലും മാറിടും ഞങ്ങൾ ആർക്കുമ്പോ. ഈ ആരാധന എന്റെ വിടുതലാണ്, ഈ ആരാധന എന്റെ ആനന്ദമാണ്, ഈ ആരാധന എന്റെ സൗഖ്യമാണ്, ഈ ആരാധന എന്റെ സന്തോഷമാണ്, ഈ ആരാധന എന്റെ ആരാധന എന്റെ ആനന്ദമാണ്, ഈ ആരാധന എന്റെ സൗഖ്യമാണ്. ഓ, ഓ, ഈ ആരാധന എന്റെ വിടുതലാണ്, ഈ ആരാധന എന്റെ ആനന്ദമാണ്, ഈ ആരാധന എന്റെ സൗഖ്യമാണ്, ഈ ആരാധന. ഓ, ഇന്ന് ഈ ആരാധന എന്റെ വിടുതലിനാണെന്ന് വിശ്വസിക്കുന്നു. ഈ ആരാധന ഞങ്ങൾ ദൈവത്തെ അനുഭവിക്കുന്ന നിമിഷമാണ്. ഈ ആരാധന ചില പുതിയ ഉടമ്പടികളുടെ ആരാധനയാണ്. ഇന്ന് പകൽ ഇത് ഞങ്ങളിൽ സൗഖ്യം കൊണ്ടുവരുന്ന നിമിഷമാണ്, ഞങ്ങളിൽ വലിയ വിടുതലുകൾ കൊണ്ടുവരുന്ന നിമിഷമാണ്, ചങ്ങലകൾ അഴിയുന്ന ദൈവ പ്രവൃത്തി വെളിപ്പെടുന്ന ദിവസമാണ്. ഞങ്ങൾ ആത്മാവിൽ we declare it. ഇത്ര ശ്രേഷ്ഠനായ ഒരു ദൈവത്തെ ആരാധിക്കാൻ ഭാഗ്യം ലഭിച്ചല്ലോ എന്ന് ഓർത്തൊന്ന് സ്തുതിച്ചേ. ഇങ്ങനൊരു ദൈവത്തെ ആരാധിക്കാൻ ദൂത സഞ്ചയത്തിന്റെ ആരാധ്യ പുരുഷനായ ക്രിസ്തുവിനെ നമുക്കും ഈ ഭൂമിയിൽ നിന്ന് ആരാധിക്കാൻ അവൻ നമ്മെ വീണ്ടെടുത്തത് ഓർക്കുമ്പോൾ നന്ദിയോടെ. ദേവ പ്രസന്നമേ ഇറങ്ങിയേ വന്ദിടുതേ. ഓ ദേവ പ്രസന്നമേ ഇറങ്ങിയേ വന്ദിടുതേ. ദേവാനെ മഹിമൈ നമ്മയെല്ലാം പരിശുദ്ധ സ്ഥലത്തിൽ മൂടുതേ. ദേവാനെ മഹിമൈ നമ്മയെല്ലാം സ്വീകരിച്ച് പരിശുദ്ധ സ്ഥലത്തിൽ
ഞാനിങ്ങനെ വിശ്വസിക്കുക, ഈ എവറസ്റ്റ് എന്ന് പറയുന്ന കൊടുമുടിയൊക്കെ കയറുന്നവരുണ്ട്. പക്ഷേ ഈ കൊടുമുടി കയറുന്നതിന് മുൻപ് അതിന് താഴെ, കൊടുമുടിയുടെ താഴ്വാരത്തിൽ കുറെ കുടിലുകൾ കെട്ടിയിട്ടുണ്ട്. അതിനകത്ത് അവർ താമസിക്കും. അതിനെ വിളിക്കുന്നത് ബേസ് ക്യാമ്പ് എന്നാണ്. കൊടുമുടി കയറാൻ വരുന്നവരുടെ ബേസ് ക്യാമ്പ് താഴെയുണ്ട്. അവിടെ അവർ കുറച്ചു നേരം അവർ വിശ്രമിക്കും. അവർ കുറച്ച് കാര്യങ്ങളൊക്കെ അവർ പഠിക്കും. എന്നിട്ട് അവർ ഒന്നിച്ചു കയറും. സ്വർഗത്തിലേക്ക്, നിത്യതയിലേക്ക് നാം ഒന്നിച്ചു കയറി പോകാൻ പോവാണ്. പിന്നെ പുതുയുഗം വിരിയും, തിരികെ വരാതെ നാം നിത്യതയിൽ മറയും. പ്രതിഫലം തന്നിടുവാൻ യേശുരാജൻ വന്നിടുവാൻ. അധികമില്ലിനിയും